വാർത്തയിലേക്ക്. തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. വെള്ളാനി കൈതവളപ്പിൽ സ്വദേശി മണി, മകൾ രേഖ എന്നിവരെയാണ് ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി തിരച്ചിൽ ആരംഭിച്ചു. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസ് നിഗമനം. നടരാജ് ചേരും വിവരങ്ങൾ നൽകാനായി. നടരാജ്, എന്താണ് പോലീസിന്റെ നിഗമനം? പ്രതിക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അനീഷ, ആത്മഹത്യയാണെന്ന് കരുതിയ ഒരു സംഭവം ഒരു ഇരട്ട കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പടിയൂരിലെ മണിയെയും മകളെയും ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ഇവരുടെ മകൾ, അതായത് കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് പ്രേംകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെ കാണാനോ ബന്ധപ്പെടാനോ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുമ്പോൾ തന്നെ ഇതൊരു കൊലപാതകത്തിലേക്കാണോ പോകുന്നത് എന്ന കാര്യത്തിൽ അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അത് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ഇരുവരെയും കഴുത്ത് ധരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കരുതുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടിയൊക്കെ തന്നെ ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് അനുമാനിക്കുന്നു. മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നത് ഉച്ചയ്ക്ക് തന്നെ വ്യക്തമായ കാര്യമാണ്. എന്തായാലും ഇത് കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള കൊലപാതകമാണ് ഇതെന്നാണ് പോലീസ് പ്രാഥമികമായി അനുമാനിക്കുന്നത്. കഴുത്ത് ധരിച്ചോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയതാകാം എന്നാണ് അനുമാനിക്കുന്നത്. കോട്ടയം സ്വദേശിയാണ് ഒളിവിലുള്ള പ്രേംകുമാർ എന്ന വ്യക്തി. ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ ചെന്നതെന്ന് പോലീസ് അനുമാനിക്കുന്നു. പ്രേംകുമാറിനായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. എന്തായാലും നാടിനെ ഞെട്ടിക്കുന്ന ഒരു ഇരട്ട കൊലപാതകത്തിന്റെ വിശദാംശങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വരുന്നത്. അനീഷ.